ഈ ദാരിദ്ര്യം പറച്ചിൽ എന്ന് തുടങ്ങിയതാണ് സതീശനും കൂട്ടരും. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് AK ആന്റണിയെ പോയി കണ്ടു. സതീശൻ പറഞ്ഞു കൊടുത്ത പോലെ സാക്ഷാൽ AK ആന്റണി പറയാം, സതീശന് നിങ്ങളൊരു സമയം കൊടുക്കണം കേട്ടോ, ഒരു കാരണവശാലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, സമയമെടുക്കും ദാസ എന്ന് പറഞ്ഞ പോലെ. എത്ര ആളുകളാണ് പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞു, ധവളപത്രം ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നാടിന്റെ യഥാർത്ഥത്തെ മറച്ചുകൊണ്ട് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലുത്. എന്തിനാണ് ധവളപത്രം ഇറക്കുന്നത്? സിമ്പിളായി വിവരാവകാശ പ്രക്രിയയുടെ ഭാഗമായി വെറുതെ അങ്ങ് ചോദിച്ചപ്പോ കിട്ടി അതിന്റെ ആൻസർ. 6300 കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ട് എന്ന് പറഞ്ഞ KN ബാലഗോപാലിനോട് ഏകദേശം ശരിവെക്കുന്ന രീതിയിൽ 5429 കോടി രൂപ ലിക്വിഡ് മണി ഖജനാവിലുണ്ട് എന്ന വിവരാവകാശ രേഖയുടെ പകർപ്പാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, കൃത്യമായ ഡേറ്റയോടെ തെളിവോടുകൂടി എന്നുള്ളതാണ്. പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞ VD സതീശന് വലിയ സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ രാവിലെയും വൈകുന്നേരവും വന്നിട്ട് യഥാർത്ഥങ്ങളെ മറച്ചു വെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി UDF നേതാക്കൾ മുന്നോട്ട് പോകുമ്പോ നോക്കൂ നിങ്ങൾ, ഖജനാവിൽ നിന്ന് ആശമാർക്കുള്ള വേതനം വലിയ രീതിയിൽ ഉയർത്തി. മാത്രവുമല്ല 3,92,00,000 രൂപ മന്ത്രിമന്ദിരങ്ങളുടെ മോടി കൂട്ടാനായി ഉപയോഗിച്ചു. ഈ നാടിന്റെ പെൻഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് സതീശൻ സർക്കാരിന് ഇത് സാധിച്ചത് എന്ന് ചോദിക്കാത്തവരില്ല ഈ നാട്ടിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നതിൽ VD സതീശൻ എടുക്കുന്ന സ്ഥിരമായ നിലപാടുകൾ തുടരുന്നു എന്നുള്ളതാണ്. അതേ പാത തന്നെയാണ് VD സതീശന്റെ മന്ത്രിസഭയിലെ നേതാക്കളും മന്ത്രിമാരും തുടർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രിയായി അധികാരത്തിലേറ്റ ആദ്യം മീഡിയയെ കണ്ടപ്പോൾ പറഞ്ഞ എന്താ? സ്വയം പര്യാപ്തതയില്ലാത്ത സംസ്ഥാനം വൈദ്യുതിയിൽ, നമുക്ക് വലിയ രീതിയിൽ വൈദ്യുതി മേടിക്കേണ്ടി വരാം, നമ്മൾ എല്ലാവരും കരുതിയിരിക്കണമെന്ന്. തോറിയം 200 വർഷത്തേക്കുള്ളത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, ധൈര്യമായിരിക്കൂ കൂട്ടരെ എന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടി എന്ന വൈദ്യുതി മന്ത്രിയുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങൾ മൂക്കത്ത് കൈവച്ച് പറയുന്നതാ, 10 വർഷം കറണ്ട് കട്ടില്ലാതിരുന്ന ഒരു സമയമെങ്കിലും നിങ്ങൾ തരൂ എന്ന്. പവർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് സണ്ണി ജോസഫ്. KSRTC ഈ നാട് മാതൃകയാക്കിയ RTC ആണ് കേരളത്തിന്റെ. അവിടെയാണ് പറയുന്നത് സിക്കിലാണ് KSRTC എന്ന് വന്ന് പറഞ്ഞതാരാ? CP ജോൺ. അങ്ങനെ യഥാർത്ഥങ്ങളെ മറന്നുവെച്ച് LDF സർക്കാർ തുടർന്നു കൊണ്ടുപോയ കാര്യങ്ങളെ പോലും തുടരാനാവാതെ പോകുന്നു എന്നുള്ളതാണ്. 6300 കോടി രൂപ മിച്ചമുണ്ടെന്ന് KN ബാലഗോപാൽ കൃത്യമായ തെളിവുകൾ നിരത്തി പറഞ്ഞ പോലെ 5429 കോടി രൂപ നമ്മുടെ ലിക്വിഡ് മണിയായി ഖജനാവിലുണ്ടെന്നുള്ള ഡേറ്റ ഒരുപക്ഷെ മുഖത്തടിയാണ് സതീശന് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.